മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഇപ്പോൾ മീഡിയ വണിനൊപ്പം ചേരുകയാണ്. അദ്ദേഹം ഈ പോത്തുകൽ മുണ്ടേരി ഭാഗങ്ങളിലൊക്കെ ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. കാരണം എല്ലാ സമയങ്ങളിലും ഓരോ സമയങ്ങളിലും ഇവിടെ വന്ന അദ്ദേഹം കാര്യങ്ങൾ നിരീക്ഷിക്കുകയും വേണ്ട നിർദ്ദേശങ്ങളും നൽകുകയാണ്. ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. സാർ, ഇന്നിപ്പം ഏകദേശം എത്ര മൃതദേഹങ്ങൾ? ഇന്ന് നമുക്ക് 3 ബോഡി പാർട്സാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ടീം പോയിട്ടേ ഉള്ളൂ. അപ്പോൾ എത്ര കിട്ടുമെന്നുള്ള അവർ പോയി തിരിച്ചു വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇന്നലെ പരപ്പൻപാറ ഭാഗം വരെയുള്ള എല്ലാം അവർ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും അതിനപ്പുറത്തൊരു തുരുത്തുണ്ടെന്ന് പറയുന്നുണ്ട്. ആ തുരുത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത പറയുന്നുണ്ട്. അപ്പോൾ ആ തുരുത്തും അതിനപ്പുറം സൂചിപ്പാറ വാട്ടർഫാൾ വരെയുള്ള ഏരിയ കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ കവർ ചെയ്യണം എന്നുള്ളൊരു ഐഡിയയിലാണ്, ആ സ്ട്രാറ്റജി വെച്ചാണ് പോയിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ പുഴയിൽ നിന്ന് വല്ല ബോഡി വല്ല മുങ്ങി കിടക്കണമെങ്കിൽ അതൊക്കെ പൊങ്ങി വരാനുള്ള ഒരു സാഹചര്യമുള്ള ഒരു ദിവസം കൂടിയാണെന്ന്. അപ്പോൾ അത് പുഴയുടെ സൈഡിലും നോക്കുന്നുണ്ട്. ഇന്റൻസീവായിട്ടുള്ള സെർച്ച് ഇന്ന് നടത്തുന്നുണ്ട്. പരമാവധി മുകൾ ഭാഗത്തേക്ക് കൂടുതൽ ഇന്ന് പരമാവധി മുകൾ ഭാഗത്തേക്ക് ജൂറിസ്ഡിക്ഷൻ നോക്കാതെ പോയി തെരഞ്ഞു വരാനാണ് ഇൻസ്ട്രക്ഷൻ നൽകിയിട്ടുള്ളത്. പോലീസുണ്ട്, തണ്ടർബോൾട്ട് ഉണ്ട്, SOG ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, ജനപ്രതിനിധികളുണ്ട്, നാട്ടുകാരുണ്ട്, ക്ലബ്ബുകളുണ്ട്. അങ്ങനെ വിവിധ വിഭാഗങ്ങൾ കൂടി ഒരുമിച്ച് കൂടിയിട്ടാണ് മുകളിലേക്ക് വരുന്നത്. നമ്മുടെ ഈ ഫോഴ്സിന്റെ കൂടെ ഇവിടുത്തെ നാട്ടുകാരായ ആളുകൾ ഒക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ ഒരു സഹായം നമുക്ക് നാട്ടുകാരെ നല്ല സഹകരണമാണ്. മറ്റ് സന്നദ്ധ സംഘടനകളുടെ സഹകരണമുണ്ട്, അതുപോലെ തന്നെ ക്ലബ്ബുകളുടെ സഹകരണമുണ്ട്, ഇവിടുത്തെ ജനപ്രതിനിധികളുടെ സഹകരണമുണ്ട്, പിന്നെ മറ്റ് എല്ലാ വിഭാഗങ്ങളുടെയും സർക്കാർ സംവിധാനങ്ങളുടെയും കൂടെ എല്ലാം ഏകോപിച്ചുള്ളൊരു പ്രവർത്തനമായിട്ടാണ് മുൻപോട്ട് പോകുന്നത്. മാക്സിമം കണ്ടെടുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തി. ആവശ്യമെങ്കിൽ രക്ഷാപ്രവർത്തനം വരും ദിവസങ്ങളിൽ തുടരും. ഇന്നിപ്പോൾ അത് ഉറപ്പുണ്ടാവും. ഇന്നിപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഒരുവിധം ഭാഗമെല്ലാം അവർ കവർ ചെയ്യുന്നു ഇന്ന് പോകുന്ന ടീം. അപ്പോൾ ഏകദേശം നമുക്ക് അറിയാൻ പറ്റും ഇനി എങ്ങനെ നമുക്ക് മുൻപോട്ട് പോകണം എന്നുള്ളത്. തീർച്ചയായും അത് തന്നെയാണ് പറയുന്നത്. ഇന്നിപ്പം ഈ മുകൾ ഭാഗത്തേക്കാണ് രക്ഷാപ്രവർത്തനം കൂടുതലായി ഊർജിതമാക്കുന്നത്. അത് പരമാവധി മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ്. നമ്മുടെ ഫോഴ്സുകളെല്ലാം ഉണ്ട്, നാട്ടുകാരുണ്ട്, സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും ഉണ്ട്. പരമാവധി മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നുള്ള ഇന്ന് വൈകുന്നേരത്തോട് മുണ്ടേരിയിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് ജംഷീറാണ് വിശദാംശങ്ങൾ നൽകിയത്.